ചെയ്യുക. ഓരോരുത്തരും സമീപിക്കുന്ന രീതികൾക്കനുസരിച്ചുള്ള അനുഭൂതികളാണ് അവരിൽ ഉണ്ടാവുക, സൃഷ്ടിക്കപ്പെടുക. ഞാൻ അറിഞ്ഞ ഖുർആൻ അനുഭവ വിവരണം പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ അബ്ദുറഹിമാൻ വളാഞ്ചേരിയെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن هذا القرآن يهدي للذي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرًا كبيرا. ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വേദിയിലും അതോടൊപ്പം തന്നെ സദസ്സിലും ഇരിക്കുന്ന ഒത്തിരി ദീനീ വിഷയത്തിൽ പണ്ഡിതന്മാരായ, അതല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരെ പോലെ ഏതെങ്കിലും ദർസുകളിൽ പഠിച്ച പാണ്ഡിത്യമോ അതല്ലെങ്കിൽ കേവലം ഒരു മദ്രസാ വിദ്യാർത്ഥിക്ക് കിട്ടുന്ന ഇസ്ലാമിക അധ്യാപനങ്ങളൊന്നുമില്ലാതെയാണ് റബ്ബിൻ്റെ മഹത്തായ ഫള് കൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത്. കാരണം പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് ഞാൻ ജനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതുപോലെ കുല്ലു മൗലൂദു യൂലദ് അലൽ ഫിത്തറ, ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്ന ഏതൊരു കുഞ്ഞും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് പോലെ ഇസ്ലാമിൻ്റെ പ്രകൃതിയിലായിക്കൊണ്ടാണ് ഞാൻ ഈ ലോകത്തേക്ക് ജനിച്ചു വീണത്. അള്ളാഹുവിനെക്കുറിച്ചും റസൂലിനെക്കുറിച്ചും വിശുദ്ധമായ ഖുർആനെക്കുറിച്ചും അറിവില്ലാത്ത മാതാപിതാക്കളായതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്ത ഈ ലോകത്ത് ജീവിച്ച് മരിച്ചു മൺമറഞ്ഞു പോയ ആളുകളുടെ ചിത്രങ്ങളെയും രൂപങ്ങളെയും ആരാധിക്കാൻ അവർ ഞങ്ങളെ പഠിപ്പിക്കുകയും നശ്വരമായ ഈ ദുനിയാവിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി തെറ്റുകളിലൂടെയും തിന്മയിലൂടെയും ജീവിക്കുകയും പിന്നീട് അതിൻ്റെ ഫലമായി കൊണ്ട് ദുനിയാവിലെ കാരാഗൃഹമാകുന്ന ജയിലിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായി ഖുർആൻ അതിൻ്റെ ആശയാദർശത്തെക്കുറിച്ച് പഠിക്കുന്നത്. ഞാനിവിടെ ഓതിയ ആയത്ത് സൂറത്ത് ഇസ്രായിലെ ഇന്ന ഹാദൽ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനെ കുറിച്ച് പറയുകയാണ്, തീർച്ചയായും ഈ ഖുർആൻ യഹ്ദീ ലില്ലദീ ഹി അഖ്വം, അത് ഏറ്റവും നല്ലതിലേക്ക് മനുഷ്യരെ വഴി നടത്തുന്നതാണ്. തുടർന്ന് പറഞ്ഞു വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സാലിഹാത്ത്, മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ ആളുകൾക്ക്, അമലു സാലിഹാത്ത് ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ്, അവർക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് അറിയിക്കുന്നതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈ അവതരിപ്പിച്ച ഖുർആൻ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് അറിയിച്ചു കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹു റസൂലിനോട് കൽപ്പിച്ചത്, യാ അയ്യുഹർ റസൂൽ, അല്ലയോ അല്ലാഹുവിൻ്റെ റസൂലേ, ബല്ലിഉ മാ ഉൻസില ഇലൈഹി മിൻ റബ്ബിക്, നിന്റെ റബ്ബിൽ നിന്നും ഇറക്കപ്പെട്ട സത്യം താങ്കൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമെന്നുള്ളതാണ്. വ ഇല്ലൻ തഫൽ ഫമാ ബല്ലഗ്ത റിസാലത്ത്, താങ്കൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ റിസാലത്ത് നിറവേറ്റാത്തവനായി താങ്കൾ മടങ്ങേണ്ടി വരും. വല്ലാഹു യഗ്സിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്നും താങ്കളെ അല്ലാഹു സംരക്ഷിക്കുന്നതാണ്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, ഒരിക്കലും കാഫിറുകളായ നിഷേധികളായ ആളുകളെ
അള്ളാഹു സുബ്ഹാനഹു തആല സന്മാർഗത്തിലാക്കുകയില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആല വളരെ കുറഞ്ഞൊരു കാല ജീവിതത്തിനാണ് നമ്മെ ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഓരോ ചുവടുകളും നമ്മുടെ ജീവിതത്തിൽ നാം നഷ്ടപ്പെടുത്തി കളയുന്ന ഓരോ സെക്കൻഡുകളും വിലമതിക്കാൻ കഴിയാത്തതാണ്. മുഅ്മിനീങ്ങളായ നമ്മുടെ മുൻഗാമികൾ പറഞ്ഞതുപോലെ ഈമാനിൻ്റെ മാധുര്യം നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ഇരുട്ടിൽ ജീവിക്കേണ്ടതുണ്ട്, അന്ധകാരത്തിൽ ജീവിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു തആല റസൂലിനോട് അള്ളാഹുവിൽ നിന്നും ഇറക്കപ്പെട്ട സത്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞതു മുതൽ അങ്ങാടിയിലൂടെ ആളുകൾക്ക് ഇസ്ലാമിൻ്റെ സത്യസന്ദേശത്തിൻ്റെ പ്രബോധനവുമായി ഇറങ്ങിത്തിരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രബോധന ജീവിത കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. സ്വന്തം നാടും വീടും വരെ വിടേണ്ടി വന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. നമ്മളിന്ന് നേരിടുന്ന ഈ ഒരു വർത്തമാന കാലഘട്ടത്തിലെ പരീക്ഷണങ്ങളിലും അതോടൊപ്പം തന്നെ പ്രയാസങ്ങളിലുമൊക്കെ ആശ്വാസത്തോടു കൂടി പറയാറുണ്ട്, എന്തിനാണ് മുസ്ലിമീങ്ങളായ നമ്മൾ പ്രയാസപ്പെടുന്നത്? നമ്രൂദ് എന്ന അക്രമിയായ ഭരണാധികാരിയിൽ നിന്നും ഇബ്രാഹിം അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയ റബ്ബിലല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്? എന്തിനാണ് മുഅ്മിനീങ്ങളായ നമ്മൾ ഈ അക്രമികളുടെ ഈ കാട്ടിക്കൂട്ടലുകൾ കണ്ട് ഭയപ്പെടുന്നത്? അക്രമിയായ ഏറ്റവും വലിയ തെമ്മാടിയായിരുന്ന ഫിർഔനിൻ്റെ കയ്യിൽ നിന്നും മഹാനായ മൂസ അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയ റബ്ബിലല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്? മക്കയിലെ മുശ്രിക്കുകളുടെ കയ്യിൽ നിന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷപ്പെടുത്തിയ റബ്ബിലല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്? അതുകൊണ്ട് തീർച്ചയായും റബ്ബിൻ്റെ സഹായം നമുക്കുണ്ടാകും, നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. എന്നാൽ അക്രമങ്ങളും അനീതിയും നിറഞ്ഞാടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ പ്രബോധന മേഖലയിൽ നിന്നും ഈ സമൂഹം വ്യതിചലിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ പറയുമ്പോൾ പറയും, വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണ് അവനിൽ സത്യം. ലതഅമുറൂന ബിൽ മഅറൂഫ് വലാ തൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ഇസ്ലാമിൻ്റെ നന്മ എന്താണെന്ന് ജനങ്ങളോട് വിവരിച്ചു കൊടുക്കണം. നിങ്ങൾ ഇസ്ലാം വിരോധിച്ച തിന്മകളിൽ നിന്നും ജനങ്ങളെ തടയണം. എന്താണ് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിച്ച ഏറ്റവും വലിയ നന്മ തൗഹീദാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ച ഏറ്റവും വലിയ തിന്മ? ഷിർക്കാണ്. ഇത് ജനങ്ങൾക്ക് തൗഹീദ് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാനും ഷിർക്കിൽ നിന്ന് ജനങ്ങളെ തടയാനും ആരാണ് നമ്മോട് കൽപ്പിച്ചത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. തുടർന്ന് പറഞ്ഞു, ഔ ലയൂഷികന്നല്ലാഹു അൻ യബ്അശ അലൈക്കും ഇകാബ മിൻകും. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നേരെ ശിക്ഷ ഇറക്കുന്നതാണ്. നമുക്കറിയാം, നന്മ കൽപ്പിക്കുക തിന്മ തടയുക എന്നുള്ളത് ദുനിയാവിലെ കാര്യമാണ്. പരലോകത്തിൽ നന്മ കൽപ്പിക്കലോ തിന്മ തടയലോ ഇല്ല. നമ്മൾ നന്മ കൽപ്പിക്കേണ്ട തിന്മ തടയേണ്ട ആളുകളാണെന്നതിന് മുമ്പ് പ്രഭാഷണം നടത്തിയ ബഹുമാന്യനായ ഉസ്താദുമാർ പറഞ്ഞു, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യ സമുദായത്തിലേക്കും തിരഞ്ഞെടുത്ത ഏറ്റവും നല്ല സമുദായത്തിലെ ആളുകളാണ് നമ്മൾ. ഞാൻ ഈ സമുദായത്തിനകത്തായിരുന്നില്ല, പുറത്തായിരുന്നു. എന്നിട്ട് പറഞ്ഞത് എന്താ? തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ നന്മ കൽപ്പിക്കേണ്ടവരും തിന്മ തടയേണ്ടവരുമാണ്. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കേണ്ടവരാണ്. എന്നാൽ നമ്മളിന്ന് മുസ്ലിം സമൂഹത്തിനിടയിലുള്ള പല വിഷയങ്ങളിലും ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സംവാദങ്ങളും അതോടൊപ്പം തന്നെ മുഖാമുഖങ്ങളൊക്കെ നടത്തുമ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറഞ്ഞതുപോലെ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട എത്ര മനുഷ്യന്മാർ എൻ്റെ ജാഹിലിയത്തിൽ ഞാൻ ജീവിച്ചതുപോലെ ജീവിക്കുന്നു. എന്താണ് കാരണം? ജനങ്ങൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുവാനും തൗഹീദിലേക്ക് ക്ഷണിക്കുവാനും നിയോഗിക്കപ്പെട്ട നമ്മൾ ആ വിഷയത്തിൽ കാണിക്കുന്ന അശ്രദ്ധയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മ കൽപ്പിക്കണേ തിന്മ തടയണേ, ഇല്ലെങ്കിൽ റബ്ബ് നിങ്ങളിലേക്ക് ശിക്ഷ ഇറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു,
നിങ്ങളപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. എന്താണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ثُمَّ تَدْعُونَ فَلَا يَسْتَجَابُوا لَكُمْ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല എന്നുള്ളതാണ്. നമ്രൂദിൻ്റെ കയ്യിൽ നിന്നും ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയത് എപ്പോഴാണ്? ആ നാട്ടിലെ ഭരണാധികാരിയായിരുന്ന നമ്രൂദിനോടും വിഗ്രഹങ്ങളെ ഉണ്ടാക്കി കച്ചവടം ചെയ്തിരുന്ന, അതിനെ ആരാധിച്ചിരുന്ന ആ സമൂഹത്തിനോട് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് ഖാല ലി അബീഹി വഖൗമിഹി മാ ഹാദിഹി തമാസി. അദ്ദേഹം ചോദിച്ചു തൻ്റെ പിതാവിനോടും തൻ്റെ സമൂഹത്തിനോടും, നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ എന്താണ്? അവരെന്താ പറഞ്ഞത്? ഖാലു വജദ്ന ആബാഅന ലഹ ആബിദീൻ. അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ ഇവർക്ക് ഇബാദത്ത് ചെയ്യുന്നത്. എക്കാലത്തും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പിൻപറ്റുന്ന ആളുകൾക്ക് പറയാനുള്ള മറുപടി എന്താണ്? അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നത് ഇതെവിടുന്ന് പഠിച്ചാന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ള മറുപടിയാണ് എന്ത്? ഞങ്ങളെ പിതാക്കളെയും ഞങ്ങളെ മുൻഗാമികളെയും ഞങ്ങൾ ഈ ഒരു വഴിയിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹിസ്സലാം ശക്തമായ നിലയിൽ തൗഹീദിന് വേണ്ടി നിലകൊണ്ടു. അതിൻ്റെ പേരിൽ അദ്ദേഹം പ്രയാസപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ കത്തിക്കാൻ ഒരുക്കിയ തീക്കുണ്ടാരത്തിൽ നിന്നും ഇബ്രാഹിം അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തി. ഇനി ഫിർഔന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിലോട് പറഞ്ഞു, ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തആ. നിങ്ങൾ ഇരുവരും ഫിർഔന്റെ അരികിലേക്ക് പോകണം. ഇന്നഹു തആ, അവൻ അക്രമിയായിട്ടുണ്ട്. എന്താണ് ഈ ആയത്തിൽ നിന്നും വിശ്വാസികളായ നമ്മൾ പഠിക്കേണ്ടത്? ഏഴാൻ ആകാശത്തിൽ ഇരുന്നു കൊണ്ട് ഈ ഭൂമിയിൽ അക്രമം പ്രവർത്തിക്കുന്നവരെ കുറിച്ച് അള്ളാഹു അശ്രദ്ധനല്ല. മൂസ അലൈഹിസ്സലാമിന് പേടിയുണ്ടായിരുന്നു. അവർ പറഞ്ഞു, കാലു റബ്ബന ഇന്നനാ നഖാഫ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഭയമാണ്. കാലു റബ്ബന ഇന്നനാ നഖാഫ് അൻ യഫ്റത അലൈന ഔ അൻ യതഅ. ഞങ്ങളോട് അവൻ അവിവേകം കാണിക്കുമെന്നും അക്രമം കാണിക്കുമെന്നും ഞങ്ങൾക്ക് പേടിയുണ്ട്. പ്രവാചകന്മാരും മനുഷ്യരാണ്. അള്ളാഹുവിൻ്റെ വഹിയവർക്ക് ലഭിക്കുന്നു എന്നൊരു പ്രത്യേകത. അവർ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണെന്നുള്ള അംഗീകാരം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയാം, മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുകയാണ്, അള്ളാഹുവേ, ഞങ്ങൾക്ക് പേടിയാണ്. അന റബ്ബുകുമുൽ അഅല, ഞാനാണ് ഉന്നതനായ ദൈവമെന്ന് വാദിച്ചിരുന്ന ഫിർഔൻ, അദ്ദേഹത്തിൻ്റെ ഇംഗിതങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ പരസ്പര വിരുദ്ധമായ നിലയിൽ കൈകാലുകൾ വിച്ഛേദിച്ചിരുന്ന ആ ഫിർഔന്റെ അരികിലേക്ക് ചെല്ലാൻ ഞങ്ങൾക്ക് പേടിയാണ്. അള്ളാഹു മൂസ അലൈഹിസ്സലാമിനോട് പറയുന്നുണ്ട്, ഖാല ലാ തഖാഫ, നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട. ഇന്നനി മഅകുമാ അസ്മഉ വ അറ, ഞാൻ തീർച്ചയായും നിങ്ങളോടൊപ്പമുണ്ട്. ഞാൻ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ്. മൂസ അലൈഹിസ്സലാം അക്രമിയായ ഫിറൗന്റെ അരികിലേക്ക് ചെന്ന് തൗഹീദ് പറഞ്ഞു കൊടുത്തു. ഫിറൗൻ അവരെ നിഷേധിക്കുകയും വിശ്വാസികളായ ആളുകളെ കൊണ്ട് ആ നാട്ടിൽ നിന്നും ഹിജറ പോകാൻ വേണ്ടി പറഞ്ഞ് ഹിജറ പോകുന്ന സമയത്ത് അക്രമിയായ ഫിറഔനും സംഘവും എന്ത് ചെയ്യുകയാണ്? മൂസാ നബി അലൈഹിസ്സലാമിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസികളായ അനുചരന്മാരെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. പുതുമുസ്ലിമീങ്ങളായ ആളുകൾ അവർ മൂസ അലൈഹിസ്സലാമിനോട് പറയുന്നുണ്ട്, മൂസ, താങ്കളുടെ വാക്ക് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചത്. നമുക്ക് മുമ്പിൽ കടലാണ്, പിറകിലിതാ ഫിറഔന്റെ സൈന്യം വരുന്നുണ്ട്, മരണം സുനിശ്ചിതമാണ്. സഹോദരങ്ങളെ, മഹാനായ മൂസ അലൈഹിസ്സലാം അവരോട് പറയുന്ന മറുപടി എന്താണ്? കല്ല ഇന്ന മഇയ റബ്ബി, എന്നാൽ അങ്ങനെയല്ല, എൻ്റെ റബ്ബിൻ്റെ കൂടെയുണ്ട്. സയഹ്ദീൻ, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരുമെന്നുള്ളതാണ്. മൂസ അലൈഹിസ്സലാമിനോട് വടിയിലടിക്കാൻ പറഞ്ഞത് ചെങ്കടലിനെ പിളർത്തിക്കൊണ്ട് വിശ്വാസികളായ മൂസ അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരെയും രക്ഷപ്പെടുത്തിയത് തൗഹീദിന് വേണ്ടി അദ്ദേഹം നിലകൊണ്ടപ്പോൾ മാത്രമാണ്. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ബദറിൻ്റെ തലേ ദിവസം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ, ശത്രുക്കൾ ഒരുപാടുണ്ട്, ഞങ്ങൾ വിശ്വാസികളായ ആളുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഈ യുദ്ധത്തിലെങ്ങാനും ഞങ്ങൾ തോറ്റുപോവുകയാണെങ്കിൽ നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനും ഈ ഭൂമി ലോകത്തുണ്ടാവുകയില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ബദറിൽ മലക്കുകളെ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ സഹായിച്ചു. ബദറിൽ വിജയം നൽകി. എപ്പോഴാണ് വിജയം നൽകിയത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനുഷ്യരെ ഹുദയിലേക്ക് നയിക്കാൻ വേണ്ടി അവതരിപ്പിച്ച ഖുർആൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തത് മുതൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ വാഗ്ദാനത്തിൽ അദ്ദേഹം തൃപ്തനായിരുന്നു. വല്ലാഹു യഗ്സിമുക മിനന്നാസ്, നിങ്ങളെ ജനങ്ങളിൽ നിന്നും അള്ളാഹു സംരക്ഷിക്കുമെന്നുള്ളത്. സഹോദരങ്ങളെ, റബ്ബിൻ്റെ സഹായവും റബ്ബിൻ്റെ വിജയവുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ ഇത് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും മാത്രമുള്ളതല്ല. ഈ ലോകത്തേക്ക് ജനിച്ചു വീണ മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു മാർഗദർശനമാക്കിക്കൊണ്ട്, അല്ലേ, അള്ളാഹു സുബ്ഹാനഹു തആല പല രീതിയിലുള്ള മനുഷ്യരെ ഖുർആനിലൂടെ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് ചിലരെ പരിചയപ്പെടുത്തുന്നത് അവരെ പോലെ നമ്മളാകാൻ വേണ്ടിയാണ്,
ചിലരെ പരിചയപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാ? അവരെ പോലെ നമ്മളാകാതിരിക്കാൻ വേണ്ടിയാ. ഞാൻ സെൻട്രൽ ജയിലിലേക്ക് പോകുന്ന സമയത്ത് ഒരിക്കലും മുസ്ലിം ആകുമെന്നുള്ള ധാരണയിൽ പോയതല്ല. വല്ലാഹി, ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഇന്ന് ലോകത്ത് തെറ്റിദ്ധരിക്കുന്ന കോടാനുകോടി മനുഷ്യരിൽ ഒരാളായിരുന്നു ഞാൻ. മുസ്ലിമീങ്ങളോടുള്ള വിരോധം, മുസ്ലിമീങ്ങളോടുള്ള വെറുപ്പ്. എന്നാൽ അള്ളാഹിൻ്റെ ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ ആ ഖുർആൻ അതിനെ വിമർശിക്കാൻ വേണ്ടി പഠിച്ചു നോക്കുമ്പോഴാണ് അത് ഹൃദയത്തിനോട് സംസാരിക്കുകയാണ്. അതിൽ ഓരോ സംസാരങ്ങളും മനസ്സിനെ ചിന്തിപ്പിക്കുകയാണ്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, കൈഫ തക്ഫുറൂന ബില്ലാഹ്, നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കാൻ കഴിയുക? വകുന്തും വംവാതൻ, നിങ്ങൾ ജീവനില്ലാത്ത വസ്തുക്കളായിരുന്നില്ലേ? ഫഅഹ്യാകും, അവൻ പിന്നീട് നിങ്ങളെ ജീവിപ്പിച്ചില്ലേ? ഞാൻ എൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് ചിന്തിച്ചു. എൻ്റെ അമ്മ എന്നെ കൈ പിടിച്ച് കൊണ്ട് കാണിച്ചിരുന്ന ഈ ആരാധ്യന്മാർ, അവർ ഈ ഭൂമിയിൽ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുന്നില്ല. അള്ളാഹു ആകട്ടെ നമ്മളോട് ചോദിക്കുക, നിങ്ങൾക്ക് എങ്ങനെയാണ് റബ്ബിനെ നിഷേധിക്കാൻ കഴിയുക? നിങ്ങൾ ജീവനില്ലാത്ത വസ്തുക്കളായിരുന്നില്ലേ? പിന്നീട് അവൻ നിങ്ങളെ ജീവിപ്പിച്ചില്ലേ? ഇനി നമുക്ക് അടുത്തുള്ളത് എന്താണ്? കുല്ലു നഫ്സും ദായിഖത്തുൽ മൗത്ത്, മരണമാണ്. അള്ളാഹ് പറഞ്ഞു, സുമ്മ യുമീതുക്കും, അവൻ നിങ്ങളെ ജീവിപ്പിക്കും. ഇനി നമുക്കുള്ളത് എന്താണ്? പുനർജീവിതമാണ്. സുമ്മ യുഹീകും, അവൻ നിങ്ങളെ പുനർജീവിപ്പിക്കും. സുമ്മ ഇലൈഹി തുർജഊൻ, നിങ്ങൾ അവനിലേക്കാണ് മടക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, ഈ ഖുർആൻ അത് മനുഷ്യരുടെ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു മാതൃകയായി കൊണ്ടാണെന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ നെഞ്ചിൽ വിങ്ങൽ അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഇങ്ങനൊരു വേദിയിൽ ഒരുപാട് മുസ്ലിമീങ്ങളായ ആളുകളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ജാഹിലിയ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഹിദായത്ത് എന്ന മഹത്തായ അനുഗ്രഹം ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നും ഈ ലോകത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ തിന്മകളിലൂടെയും തെറ്റുകളിലൂടെയുമായിട്ട് ഞാൻ അള്ളാഹുലേക്ക് മടക്കപ്പെടും. ഈ ലോകത്തേക്ക് പിന്നെ തിരിച്ചൊരു വരവില്ല. തിരുത്താനും തിരുത്തപ്പെടാനുമുള്ള ലോകം ദുനിയാവാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ 2 രീതിയിൽ ആളുകളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ശാപം ലഭിച്ച ചില ആളുകളുണ്ട്. ആരാണത്? ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽന മിനൽ ബയ്യിനാതി വൽ ഹുദാ. അല്ലാഹു പറയുകയാണ്, ഇന്നല്ലദീന, തീർച്ചയായും യാതൊരു കൂട്ടർ, യക്തുമൂന, അവർ മറച്ചു വെക്കും, മാ അൻസൽന, നാം അവതരിപ്പിച്ചതിനെ, യഅനി ഖുർആൻ. അല്ലാഹു അവതരിപ്പിച്ചത് എന്താണ്? ഖുർആനാണ്. എന്താണത്? മിനൽ ബയ്യിനാതി വൽ ഹുദാ, അത് കൃത്യമായ ബയ്യിനാത്തുകളാണ്, തെളിവുകളാണ്, അതോടൊപ്പം തന്നെ നേർമാർഗമാണ്. എന്നാൽ അല്ലാഹു ഇത് അവതരിപ്പിക്കുക മാത്രമാണോ ചെയ്തത്? അല്ല. മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ്, വേദഗ്രന്ഥത്തിലൂടെ പ്രവാചകന്മാരിലൂടെ അള്ളാഹു അത് നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഗ്രന്ഥം അവതരിപ്പിക്കുക മാത്രമല്ല ചെയ്തത്. ഉലൈക യൽഅൻഹുമുല്ലാഹു വയൽഅൻഹുമുൽ ലാഇനൂൻ, അത്തരക്കാർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകും, ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, ലഅനത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. എന്താണ് ശാപം എന്നുള്ളതാണ് അതിൻ്റെ വാക്കർത്ഥം. എന്താണ് ശാപം എന്ന് പറഞ്ഞാൽ? സൃഷ്ടികൾ, ഇപ്പം ഞാൻ ഒരാളെ ശപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവനോടുള്ള ദേഷ്യം കാരണം, വിരോധം കാരണം, അവനെ എൻ്റെ ഹൃദയത്തിൽ അവനോട് യാതൊരു കരുണയും ഇല്ലാതിരിക്കുക, ഒരു പക്ഷേ അവനെതിരെ പ്രാർത്ഥിക്കുക. വിശ്വാസികളായ നമുക്ക് ശാപപ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പാടില്ല. എങ്കിലും എൻ്റെ ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ അമുസ്ലിമീങ്ങളായ മാതാപിതാക്കൾ, അവർ മക്കൾ വളർന്നു വലുതായാൽ മക്കൾ നോക്കാൻ ഞാൻ പറയും, ഞാൻ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാണ് അവനെന്നറിയോ? അവൻ്റെ കൈ ഞാനിങ്ങനെ പിടിച്ചു നോക്കും, അവൻ്റെ കൈ കുറച്ച് വണ്ണം വെച്ചാൽ ഉമ്മയെ സംരക്ഷിക്കുമല്ലോ എന്ന പ്രതീക്ഷയിൽ. അവൻ വളർന്നു വരുമ്പോൾ, സ്കൂൾ വിട്ടു വരുമ്പോൾ, അവൻ ജോലിക്ക് പോകുമ്പോഴൊക്കെ ഞാൻ ആശ്വസിക്കും, കുറച്ച് വലുതായി കഴിഞ്ഞാൽ എൻ്റെ കുട്ടി എന്നെ സംരക്ഷിക്കാനില്ലേ. പക്ഷേ മക്കൾ വളർന്നു വലുതാവുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ചോ റസൂലിനെക്കുറിച്ചോ ഖുർആനെക്കുറിച്ചോ തിന്മകളെക്കുറിച്ചോ അറിവില്ലാത്ത മക്കൾ ലഹരി ഉപയോഗിക്കുമ്പോൾ, മാതാപിതാക്കളെ നോക്കാതെ വരുമ്പോൾ മനസ്സ് മുട്ടിയിട്ട് പറയും, അവൻ നന്നാവില്ലടാ, അവന് ഒരിക്കലും ജീവിതത്തിൽ നന്നാവില്ല, അവൻ ഗുണം പിടിക്കില്ല, അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാ പ്രസവിച്ച ഉമ്മ തൻ്റെ മകനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്? അത്രത്തോളം പ്രയാസങ്ങൾ ആ മാതാവിന് ആ മകനുണ്ടാക്കി എന്നുള്ളതാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ലഅനത്തുണ്ടാകുമെന്ന് പറഞ്ഞ ആളുകൾ അവർ നമസ്കരിക്കാത്തവരല്ല, നോമ്പ് നോക്കാത്തവരല്ല, സക്കാത്ത് കൊടുക്കാത്തവരല്ല. അള്ളാഹു അവതരിപ്പിച്ച ഖുർആൻ അത് ജനങ്ങളെ ഹുദയിലേക്ക് നയിക്കാനുള്ളതാണെന്ന് നമുക്കറിയാം. അത് കൃത്യമായ തെളിവുകളാണെന്ന് നമുക്കറിയാം. എന്നിട്ടും ചില ആളുകൾ അത് എന്ത് ചെയ്യുന്നു? ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ലഅനത്തുണ്ടാകുമെന്ന് അള്ളാഹു ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ തൗബ സ്വീകരിക്കുന്ന ആളുകളെ കുറിച്ച് തുടർന്ന് പറഞ്ഞു, ഇന്നല്ലദീന താബു വഅസ്ലഹു വബയ്യനു ഫഉലൈക അതൂബു അലൈഹിം വഅന തവ്വാബുർ റഹീം. എന്താ അള്ളാഹു പറഞ്ഞത്? ഇന്നല്ലദീന താബു, തീർച്ചയായിട്ടും തൗബ ചെയ്യുക, വഅസ്ലഹു, നമ്മുടെ ജീവിതം ഇസ്ലാഹ് ചെയ്യുക. ഞാൻ
ഉപ്പാടി ഉമ്മാടി കുട്ടിയായതുകൊണ്ടോ ഖുർആൻ ഹാഫിളായതുകൊണ്ടൊന്നും ഈ ലഅനത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, അമാനി മൗലവീൻ്റെ തഫ്സീറിൽ നോക്കിയാൽ കാണാൻ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അവസാന സമയങ്ങളിൽ ധാരാളമായി കരയുകയും ഈ ആയത്ത് ഓതിക്കൊണ്ട് പറയത്രേ, അള്ളാഹുവിൻ്റെ കിതാബിൽ ഇങ്ങനെ ഒരു ആയത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കാര്യവും പഠിപ്പിച്ചു തരില്ല. കാരണം അവരതിൻ്റെ ഗൗരവം മനസ്സിലായി. അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് അറിവുണ്ടായിട്ടും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുന്ന ആളുകൾക്ക് അള്ളാൻ്റെ ലയനത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദുനിയാവിലും പരലോകത്തിലും അള്ളാഹുവിൻ്റെ ദയാദാക്ഷിണ്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും, അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കില്ല, പരലോകത്ത് കഠിനമായ ശിക്ഷ ലഭിക്കും. ഇതൊക്കെയാണ്. എന്നാൽ അതിൽ നിന്നും മോചനം നേടാൻ വേണ്ടി അള്ളാഹു പറഞ്ഞ ആ ആളുകളുടെ ഗുണം എന്താണ്? തൗബ ചെയ്യുകയും ജീവിതം നന്നാക്കുകയും വബയ്യനു മറച്ചു വെച്ച സത്യം ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുകയും അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്നും അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണെന്നും റബ്ബ് നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നുബുവത്തിൻ്റെ വാക്കുകളിലൂടെ നമ്മെ പഠിപ്പിച്ചു, ആകാശത്ത് കാർമേഘങ്ങളില്ലാത്ത ദിവസം പൂർണ്ണചന്ദ്രനെ പോലെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ റബ്ബിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് ആർക്കും എന്തില്ല, സംശയമില്ല. എന്നാൽ ആ ദിവസത്തിൽ റബ്ബ് സംസാരിക്കാത്ത, റബ്ബ് പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാത്ത, റബ്ബിൻ്റെ ഭയാനകരമായ ശിക്ഷ ലഭിക്കുന്ന ചെറിയ ആളുകളെ കുറിച്ച് ബഖറ സൂറത്തിൽ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ വീണ്ടും കാണാം, ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബ്. തീർച്ചയായും ചില ആളുകൾ മറച്ചു വെക്കും അള്ളാഹുവിൻ്റെ കിതാബിലെ കാര്യങ്ങൾ. എന്താ അള്ളാഹിൻ്റെ കിതാബിലുള്ളത്? അള്ളാഹിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി മുൻകാല കഴിഞ്ഞുപോയ ഓരോ സമൂഹങ്ങൾക്കും അള്ളാഹുവിൻ്റെ അദാബ് ലഭിക്കാനുണ്ടായ കാരണം, അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാനുണ്ടായ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കും. എന്നിട്ടോ വയഷ്തറൂന ബിഹി തമനൻ കലീല, ഈ ദുനിയാവിൽ കലീലായ ചില നേട്ടങ്ങളൊക്കെ അവർ നേടിയെടുക്കും. ഇപ്പം നമ്മളൊക്കെ നാട്ടിൽ, ഞങ്ങളൊക്കെ സ്വന്തം നാടും വീടൊക്കെ വിട്ട് വേറെ നാട്ടിൽ വന്ന് പ്രബോധന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും പോലീസ് കേസൊക്കെ ഉണ്ടാവാറുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആളുകളൊക്കെ ചോദിക്കും, ഉണ്ണികൃഷ്ണ അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ, നീ എന്തിനാ ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഇത് മതസൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന നാടാണ്. ഇവിടെ നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ ഐക്യം തകർക്കരുത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയപ്പോഴും ഇപ്രകാരം അദ്ദേഹത്തിന് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ദുനിയാവിൽ നമുക്ക് പലതും നേടിയെടുക്കാൻ കഴിയും, നമുക്കിവിടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ ജീവിക്കാൻ കഴിയും, നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ സക്കാത്തുമായി ജീവിക്കുമ്പോൾ. പക്ഷേ നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാലോ പ്രവാചകൻ എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നോ അത് നമുക്ക് അനുഭവിക്കേണ്ടി വരും. പക്ഷേ നമ്മളത് അനുഭവിക്കാൻ തയ്യാറാവണം. കാരണം നമ്മൾ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നവരല്ല, ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വയഷ്തറൂന ബിഹി തമനൻ ഖലീലൻ ഉലൈക മാ യഅകുലൂന ഫീ ബുതൂനിഹി ഇല്ലന്നാർ. എന്നാൽ ദുനിയാവിൽ അള്ളാഹിൻ്റെ സത്യം മറച്ചു വെച്ചുകൊണ്ട് ദുനിയാവിൽ നമ്മൾ നേടിയെടുക്കുന്ന ഈ നേട്ടങ്ങളുണ്ടല്ലോ, അങ്ങനെ നമ്മളെ വയറുകളിലേക്ക് നിന്ന് നമ്മൾ തിന്നു നിറയ്ക്കുന്നത് നരകത്തിലെ തീയല്ലാതെ മറ്റൊന്നുമല്ല എന്നും വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു അങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കുകയില്ല. വലാ യുസക്കീഹിം, അവരെ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുകയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന് റബ്ബ് പറയുക. ഈ ശിക്ഷയെക്കുറിച്ച് റബ്ബ് പറയുന്നതും അവരെന്ത് ചെയ്തതിൻ്റെ പേരിലാണ്? അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട വിഷയത്തിൽ വീഴ്ച വരുത്തിയതിൻ്റെ പേരിലാണ്. നാളെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. വഖാല റസൂലു യാ റബ്ബി, അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, യാ റബ്ബി, എൻ്റെ റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എൻ്റെ ഈ സമൂഹം അവർ ഈ ഖുർആനിനെ അവഗണിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. ഖുർആനിൽ നിസ്കരിക്കുകയും നോമ്പ് നോക്കി സക്കാത്ത് ഇത് മാത്രമല്ല പഠിപ്പിച്ചത്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ നേർവഴിയിലേക്ക് നയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ തുടക്ക കാലഘട്ടത്തിൽ ഇന്ന് പേര് കേട്ടാൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബാക്കളിൽ പലരും ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ശത്രുത വെച്ച് ജീവിച്ചിരുന്ന ആളുകളാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്കറിയാം. ആരായിരുന്നു ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? എങ്ങനെയാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നത്? പിന്നീട് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായിരുന്നു? ഇന്നും നമുക്ക് ചുറ്റും ജീവിക്കുന്ന, അപ്പോൾ ഞാൻ അടക്കമുള്ള ആളുകൾ, താടി വെച്ച ആളുകളെ കാണുമ്പോൾ, നമസ്കാര തഴമ്പുള്ള ആളുകളെ കാണുമ്പോൾ, അതുപോലെ തന്നെ ഹിജാബ് ധരിച്ച സ്ത്രീകളെ കാണുമ്പോഴൊക്കെ ഉള്ളിൽ ഒരു വർഗീയത, ഉള്ളിലൊരു ദേഷ്യം നമുക്കുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഹിജാബ് ഇട്ട ആളുകളെ കാണുമ്പോൾ നമുക്ക് അഭിമാനമാണ്. മുഅ്മിനീങ്ങളായ ആളുകളോട് അൽഹംദുലില്ലാ ബഹുമാനം തോന്നാറുണ്ട്.
അതുപോലെ തന്നെ സുന്നത്തായ വസ്ത്രവിധാനങ്ങൾ ചെയ്യുന്ന ആളുകളെ കണ്ടാൽ പ്രത്യേകിച്ചൊരു ഇഷ്ടം തോന്നാറുണ്ട്. അപ്പോൾ ഊഹങ്ങളും തെറ്റിദ്ധാരണകളുമാണ് ഇന്ന് സമൂഹത്തിൽ ഈ വർഗീയതയ്ക്കും അതോടൊപ്പം തന്നെ അകൽച്ചയ്ക്കുമൊക്കെ കാരണം. പരസ്പര സ്നേഹത്തോടെ സംവദിക്കുകയും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഊഹങ്ങളും മാറും. പക്ഷെ നമ്മൾ തയ്യാറാവേണ്ടത് എന്താണ്? അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ്? ലിതുൻതിറ ഖൗമൻ, നബിയെ താങ്കൾ ഒരു കൗമിന് താക്കീത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിയോഗിച്ചത്. മാ ഉൻതിറ ആബാവുഹും, അവരുടെ പിതാക്കൾക്ക് താക്കീത് നൽകപ്പെട്ടിട്ടില്ല. ഫഹും വാഫിലൂൻ, അതുകൊണ്ട് അവർ ഒഫലത്തിലാണ്. സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും ഈ ലോകത്ത് എന്നെ സ്നേഹിച്ചിരുന്നു. ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മാതാപിതാക്കളും അവരുടെ മക്കളെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു. എന്നാൽ മരിക്കുമെന്നും മരണത്തിന് ശേഷം എൻ്റെ കുട്ടി റബ്ബിനെ കണ്ടുമുട്ടുമെന്നും റബ്ബല്ലാത്ത മനുഷ്യനിർമ്മിതമായ സൃഷ്ടികളെ ആരാധിക്കാൻ, അവർക്ക് നേർച്ച വഴിപാടുകൾ കഴിക്കാൻ ഞാൻ എൻ്റെ കുട്ടിയെ പഠിപ്പിച്ചാൽ അതിൻ്റെ കാരണത്താൽ എൻ്റെ കുട്ടി നാളെ നരകത്തിൽ പോകുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു മാതാപിതാക്കളും തൻ്റെ മക്കളെ ശിർക്ക് ചെയ്യാൻ പഠിപ്പിക്കില്ല. അവിടെയാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചതിൻ്റെ ആ ഒരു മഹത്വം സൂറത്ത് യാസീനിലൂടെ പറഞ്ഞത് നമ്മൾ ഓർക്കേണ്ടത്. പ്രവാചകൻ ഇവിടെ വന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു കൗമിനെ താക്കീത് ചെയ്യാൻ വേണ്ടിയാണ്. മാ ഉൻതിറ ആബാവുഹും, അവരുടെ പിതാക്കൾക്ക് എന്ത് ചെയ്തിട്ടില്ല? ഈ താക്കീത് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളെ വാപ്പക്കാരന്മാരായി അള്ളാഹിനെക്കുറിച്ചും റസൂലിനെക്കുറിച്ചും ഖുർആനെക്കുറിച്ചും അറിവുള്ളത് കൊണ്ട് നമ്മളെന്ത് ചെയ്തു? നമ്മളെ കുട്ടികളെ ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും പഠിപ്പിച്ചു. പക്ഷേ ഞങ്ങളാകട്ടെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല, പ്രവാചകനെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല, പരലോക ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളൊരിക്കലും അറിഞ്ഞുകൊണ്ട് നരകം കിട്ടാൻ വേണ്ടി ജീവിക്കുന്നവരല്ല. അതുകൊണ്ട് കുന്തും ഹൈറ ഉമ്മത്തിൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഈ ആയത്ത് ഓതിക്കൊണ്ട് തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ച സമൂഹത്തിൽ നിങ്ങൾ ആരെങ്കിലും അംഗമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇന്നലെ വരെ ശിർക്കിൽ ജീവിച്ച ഞാനും നിങ്ങളോട് ചോദിക്കുകയാണ്, അള്ളാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിച്ച സമൂഹത്തിൽ അംഗമാവണമെങ്കിൽ അള്ളാഹു പിന്നീട് പറഞ്ഞ 3 നിബന്ധനകൾ, അത് സത്യവിശ്വാസിനികളായ സ്ത്രീകളായിക്കൊള്ളട്ടെ പുരുഷന്മാരായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ വേണം. തഅമുറൂന ബിൽ മഅറൂഫ് വ തൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ഇസ്ലാമിൻ്റെ നന്മ ജനങ്ങളോട് കൽപ്പിക്കാൻ, ഇസ്ലാം വിരോധിച്ച തിന്മകൾ ജനങ്ങളിൽ നിന്ന് വിരോധിക്കാൻ തയ്യാറാവണം. ഇല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഈ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു നിങ്ങളിലേക്ക് ശിക്ഷ ഇറക്കുന്നതാണ്. ഇന്ന് നമ്മൾ പലസ്തീനിലും മറ്റു രാജ്യങ്ങളിലുമൊക്കെ മുസ്ലിമീങ്ങൾ പ്രയാസപ്പെടുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്, അള്ളാഹു മൻസൂർന അലൽ ഖൗമിൽ കാഫിരീൻ, അള്ളാഹു കാഫിറുകളായ ആളുകൾക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ളത്. സഹോദരങ്ങളെ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിൻ്റെ വാക്കുകളിലൂടെ പറഞ്ഞത് എന്താ? സുമ്മ തദ്ഊന ഫലാ യസ്തജാബു ലക്കും, നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുകയില്ല എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹു ഉദ്ദേശിച്ച, അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റാതെ റബ്ബൊരിക്കലും എന്ത് ചെയ്യില്ല? നമുക്ക് ഉത്തരം നൽകുകയില്ല. അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയ ഹിദായത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പഠിച്ച ഖുർആൻ നമുക്കറിയാം. സൂറത്ത് അംബിയായിൽ 1-ാമത്തെ ആയത്തിൽ എന്താ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത്? ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫലതി മുഇദിലൂൻ. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യർക്ക് അവരുടെ ഹിസാബ്, അവരുടെ വിചാരണ ആസന്നമായിട്ടുണ്ട്. വഹും ഫി വഫലതി മുഇരിലൂൻ, എന്നാൽ അവരിലധിക പേരും ആ വിചാരണയെ തൊട്ടിട്ട് എന്താണ്? അശ്രദ്ധയില്ല. ഞാൻ അടക്കമുള്ള ആളുകളുടെ കാര്യമാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ആയുഷ്കാലം എന്തിലായി ചെലവഴിച്ചുവെന്നും അവൻ നേടിയ ഇൽമനുസരിച്ച് എന്ത് അമൽ ചെയ്തുവെന്നും, അതോടൊപ്പം തന്നെ അവൻ സമ്പാദ്യം എവിടെ നിന്ന് സമ്പാദിച്ചു, എന്തിലായി ചെലവഴിച്ചുവെന്നും, അവൻ്റെ യുവത്വം എന്തിലായി നശിപ്പിച്ചുവെന്നും ചോദ്യം ചെയ്യപ്പെടാതെ അവൻ്റെ കാലടികൾ മഹ്ശറയിൽ നിന്ന് നീങ്ങൂല. നമ്മളെക്കുറിച്ച് പറഞ്ഞതാണ്. ഇപ്പോൾ ഖുർആനിൽ നിന്നും ഒരായത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ആ ആയത്ത് കൊണ്ട് നമ്മൾ ആ നേടിയ അറിവ് കൊണ്ട് ഈ ജനങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ പ്രയാസപ്പെടാൻ കാരണമായി തീരരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ വെച്ചുകൊണ്ട് സ്വഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്, ഹൽ ബല്ലഗ്ത്, ഞാൻ ഈ സത്യം നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ? സ്വഹാബാക്കൾ പറഞ്ഞു, ബല യാ റസൂൽ അല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ, അങ്ങ് ഞങ്ങൾക്ക് ഈ സത്യം എത്തിച്ചു തന്നിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് 2 കൈകളും മേൽപോട്ടുയർത്തി പറഞ്ഞു, ഇന്നല്ലാഹ ഷഹീദ, അള്ളാഹുവെ നീ ഇതിന് സാക്ഷിയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറഞ്ഞത്, ഇവിടെ ഹാജരുള്ള ആളുകൾ ഹാജരില്ലാത്ത ആളുകൾക്ക് ഈ സത്യസന്ദേശം എത്തിച്ചു കൊടുക്കട്ടെ. നമുക്കറിയാം, മക്കയിൽ നമസ്കരിച്ചാലും മദീനയിൽ നമസ്കരിച്ചാലും ഒരുപാട് പ്രതിഫലം നമുക്ക് കിട്ടാനുണ്ട്. സ്വഹാബാക്കൾക്ക് അത് അറിയാമായിരുന്നു.
പക്ഷേ അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത് ബല്ലിഉ അന്നി വലവായ, എന്നിൽ നിന്നും ഒരായത്തെ അറിയെങ്കിലും നിങ്ങൾ പഠിച്ച് പണ്ഡിതന്മാരാവി ഹാഫിളുകളാവിന്നല്ല, എൻ്റെ ഖുർആനിൽ നിന്നും എന്നിൽ നിന്നും ഒരായത്തെ അറിയെങ്കിലും അത് നിങ്ങൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണേ എന്നുള്ളതാണ്. നമുക്കറിയാം മയ്യുതി അ റസൂല ഫഖദ് അത അല്ലാഹ്, ആരല്ലാൻ്റെ റസൂലിനനുസരിച്ചുവോ അവർ അള്ളാഹുവിനനുസരിച്ചു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെപ്പോലെ ഇന്നിപ്പോൾ വയനാട്ടിലേക്ക് വരാൻ നമുക്ക് AC കാറുണ്ട്, അതുപോലെ തന്നെ സൗകര്യങ്ങളുണ്ട്. വീട്ടിൽ നിന്ന് പോന്നാലും വീട്ടിലെ ആളുകളുടെ വിവരങ്ങൾ അറിയാൻ ഫോൺ വിളിച്ച് ചോദിക്കാം, പൈസ വേണമെങ്കിൽ ഗൂഗിൾ പേയിൽ അയച്ചു കൊടുക്കുക. പക്ഷെ സ്വഹാബാക്കൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇതൊന്നും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. എന്നിട്ടും നമുക്കറിയാം സ്വഹാബാക്കളുടെ പലരുടെയും കബറിടകൾ നമ്മുടെ ഈ നാട്ടിലൊക്കെ ഓരോ മുക്കിലും മൂലയിലും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സ്വർഗത്തിൻ്റെ അവകാശികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാ അന അലൈഹി യൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്ത് നിലകൊണ്ട മാർഗം എന്നുള്ളതാണ്. അവരോരോരുത്തരും ഇസ്ലാം മനസ്സിലാക്കിയത് മുതൽ ഇസ്ലാമിൻ്റെ പ്രബോധന വിഷയത്തിൽ കാണിച്ച താല്പര്യം നമ്മൾ മാതൃകയാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് അറിയാത്ത, അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് അറിയാത്ത, ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച് ജീവിക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പറയാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ദുനിയാവിലും അള്ളാഹുവിൻ്റെ സഹായം നമ്മൾ പ്രതീക്ഷിക്കേണ്ട, നാളെ പരലോകത്തിലും അള്ളാഹുവിൻ്റെ സഹായം നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അള്ളാഹു സുബ്ഹാനഹു തആല അൽഹംദുലില്ലാഹ് നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് ചെയ്യട്ടെ. ദീൻ പ്രബോധനം ചെയ്തതിൻ്റെ പേരിൽ തടവറകളിൽ കഴിയുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ മോചനങ്ങൾ എളുപ്പാക്കുകയും മുസ്ലിമീങ്ങളായതിൻ്റെ പേരിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന ലോകത്തെല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹുവിൻ്റെ സഹായവും വിജയവും ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ അദാബ് വരുന്നതിന് മുമ്പായി നമ്മൾ അള്ളാഹുവിലേക്ക് ഫഫിറു ഇലല്ലാഹ് ഇന്നി ലക്കും മിൻഹു നദീറും മുബീൻ എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിലേക്ക് നമ്മൾ ഓടിച്ചെല്ലുക. അള്ളാഹു തീർച്ചയായും നമ്മെ സഹായിക്കുന്നതാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുകയാണ്. ഇനിയും അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനൊക്കെ ഉള്ള തൗഫീക്ക് റബ്ബ് നമുക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ. ജീവിതത്തിൻ്റെ നേർസാക്ഷ്യവുമായി ഞാൻ അറിഞ്ഞ ഖുർആൻ എന്ന വിഷയത്തിൽ അനുഭവ വിവരണം നടത്തിയ പ്രിയങ്കരനായ അബ്ദുറഹിമാൻ വളാഞ്ചേരിക്ക് നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുകയാണ്. രാവിലെ